കുഞ്ഞുങ്ങൾക്ക് ഹൃദയസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ജന്മനാ ഉള്ള അസുഖങ്ങളുണ്ട്, അതായത് കൺജന്റൽ ഹാർട്ട് ഡിസീസ്. അപ്പോൾ ആ അസുഖങ്ങളുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആൻറ്റിനേറ്റലി അത് സ്കാനിൽ ഡയഗ്നോസ് ചെയ്ത് നമ്മുടെ അടുത്ത് വരും. പക്ഷെ അപ്പോൾ അവർക്ക് ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, അതായത് ഹാർട്ടിൻ്റെ അറകൾ തമ്മിലുള്ള ഏരിയകളിൽ ദ്വാരം വരുന്ന അസുഖങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലതിന് വളരെ ശ്വാസം മുട്ടില്ല, ഇടയ്ക്കിടയ്ക്കുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ന്യൂമോണിയയോ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നിട്ട് അത് ചുമയായി ന്യൂമോണിയ അങ്ങനെയൊക്കെ വരും. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട് വരും, നടക്കുമ്പോൾ കിതപ്പായിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് ഈ VSD, PDA ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾ, അത് ഫോളോ അപ്പ് ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നത്. പക്ഷേ ഒട്ടുമിക്കാറും കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ആൻറ്റിനേറ്റലി ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അവരത് പ്ലാൻഡായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഒരു പീഡിയാട്രിഷ്യനും പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റും കണ്ടിട്ട് അതിൻ്റെ ഇൻ്റർവെൻഷനിലേക്ക് പോവുകയാണ് പതിവ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു സിവിയർ സെപ്സിസ് അങ്ങനെയൊക്കെ വന്നിട്ട് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ശ്വാസമുട്ടലായിട്ടും ഹാർട്ടിൻ്റെ സൗണ്ട്സിനൊരു മന്ദതയോ അങ്ങനെയൊക്കെ വന്നിട്ട് മയോകാർഡൈറ്റിസ് ആയിട്ടൊക്കെ ഒരു ഷോക്കിൽ, അതായത് BP ഒക്കെ ലോ ആയി അങ്ങനെയൊക്കെ വന്ന് നമ്മളത് ഡിറ്റക്റ്റ് ചെയ്ത് ICUലാക്കി. ചില കുട്ടികൾ വെൻറ്റിലേറ്ററിലാവേണ്ടി വരും, ചിലർക്ക് നമ്മൾ IVIG മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു കൂട്ടം കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്നത് വൈറൽ മയോകാർഡൈറ്റിസ്. പിന്നെ ഇപ്പോൾ അധികമായിട്ട് കാണുന്ന ഒരു അസുഖം കാവസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാണ്. അത് കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് വരുന്ന ലക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കടുത്ത പനി കാണും 5 ദിവസം. ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ണിന് ചുമപ്പ്, ചുണ്ട് ചുമപ്പ്, ലിംഫ് നോഡ്സ് ഒക്കെ എൻലാർജ്ഡ് ആയിട്ടിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ CRP/PSR ഹൈ ആയിരിക്കും. ഇതാണ് കാവസാക്കി ഡിസീസ്. ഇതാണ് വേറൊരു രീതിയിലുള്ള. അപ്പോൾ ഈ ടൈപ്പുള്ള ജന്മന ഉള്ളതും അക്വയർഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത്.